നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മത മൊഴി പുറത്ത്. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം മറക്കി വീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ തൃക്കൂർ ആദൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. കെ സുരേന്ദ്രന് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ മാറ്റം വേണ്ടെന്ന ദേശീയ നേതൃത്വം. മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ ഡോൺ ബോസ്കോ സ്കൂളിന് മുന്നിലെ ദേശീയപാത കുറുകെ കടക്കുന്ന ഭാഗത്ത് ഇരുമ്പ് വേലി കൊണ്ട് കെട്ടിയടച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 6 പാതയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് അടച്ചുകെട്ടിയത്. അയ്യന്തൂർ ഫ്ളാറ്റ് കൊലപാതക കേസിൽ തന്നെ കുടുക്കിയ ഡിവൈഎസ്പി വി കെ രാജുവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെപിസിസി മുൻ സെക്രട്ടറി എം.ആർ. രാമദാസ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഡോക്ടർ സോയ ജോസ് ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനോട് മാള പോലീസ് SHO സ്റ്റേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയതായി പരാതി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കാണ് പ്രസിഡന്റ് ഡെയ്സി തോമസ് പരാതി നൽകിയത്. ഗുരുവായൂരിൽ 20-ലധികം പവൻ കവർന്ന മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെത്തിച്ച ദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. ഏകാദശി ദിവസമായ ഡിസംബർ 11-ന് സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. കേരള സീനിയർ സിറ്റിസൺ ഫോറം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MCV ഭട്ടതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചു. ചെമ്പുകാവ് ജവഹർ ബാലഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം സഹയാത്ര ഭരണസമിതി അംഗം KN ദിജി നിർവഹിച്ചു. സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എളവിളി പഞ്ചായത്തിനെ ടൂറിസം ഹബ്ബായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് CPM ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രഥമ മാതൃകാ സ്കൂൾ ഒളിമ്പിക്സിൽ മികച്ച വിജയം നേടിയ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സബ് ജില്ലാ ഗെയിംസ് മത്സരങ്ങളിൽ ബെസ്റ്റ് സ്കൂൾ ഓവറോൾ 5ാം സ്ഥാനവും അത്ലറ്റിക്സിൽ ബെസ്റ്റ് സ്കൂൾ ഓവറോൾ 7ാം സ്ഥാനവും നേടിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ള ദേവസ്വം ബോർഡ് തീരുമാനങ്ങളും കോടതി വിധികളും പുനഃപരിശോധിക്കണമെന്ന് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ഗ്ലോബൽ NSSന്റെ തൃശൂർ മേഖലാ സമ്മേളനം ഞായറാഴ്ച നടക്കും. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസങ്ങളായി നടന്നിരുന്ന വസ്തിയെക്കുറിച്ചുള്ള സെമിനാർ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ സ്ഥാപന മേധാവി ഡോക്ടർ UN സുധാകർ അധ്യക്ഷത വഹിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് K കമനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. ഗ്രന്ഥശാല സംഘം സെക്രട്ടറി KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെയും ഗുണ്ട അക്രമങ്ങൾക്കെതിരെയും ജനകീയ പ്രതിരോധ സദസ്സ് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ദേശീയ വീരവിമുക്ത ദിനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അന്തിക്കാട് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രതീഷ് അധ്യക്ഷത വഹിച്ചു.
JKS ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 29 മുതൽ ഡിസംബർ 1 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. മാള പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ അധ്യക്ഷയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ മാർച്ച് നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BS ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവതി ശ്രീകുമാർ 1ാം സ്ഥാനവും പുത്തൻപേടിക സെന്റ് ആനീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യ സോഡി 2ാം സ്ഥാനവും നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷാലു പോൾസൺ 3ാം സ്ഥാനവും നേടി. പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലായ എടക്കഴിയൂർ സ്വദേശി കല്ലുവളപ്പിൽ നിഷാദിന് പ്രിയദർശിനി ജീവകാരുണ്യ സംഘടന ഇലക്ട്രിക് വീൽചെയർ നൽകി. ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ തഹസിൽദാർ CS രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. മുള്ളൂർക്കര മഹാജൂബിലി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 3, 5, 6, 7 തീയതികളായി കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ അവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ചെമ്പൂക്കാവ് ഹോളി ഫാമിലി CGHSൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ദിനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അംഗം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ക്ലാസ് നയിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 26 വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് യൂണിഫോം, ഭക്ഷണം തുടങ്ങിയവയ്ക്കായി ഓരോ വിദ്യാലയത്തിനും 40,000 രൂപ വീതം നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ വഴിയരികിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പാലപ്പിള്ളിയിൽ നിന്നെത്തിയ സ്നേക് റെസ്ക്യൂ ടീം അംഗങ്ങൾ പാമ്പിനെ പിടികൂടി ഉൾവനത്തിലേക്ക് വിട്ടയച്ചു. തൃശൂർ ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെ ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3-ന് തൃശൂർ നായ്ക്കനാൽ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ തെക്കേ ഗോപുരനടയിൽ സമാപിക്കും. DMO ഡോക്ടർ ശ്രീദേവി ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റേൽ വീട്ടിൽ ജോൺസന്റെ വീടിനാണ് തീപിടിച്ചത്. അക്കാദമി അധ്യക്ഷ ചുമതല ഒഴിയുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കവി K സച്ചിദാനന്ദൻ. ഫേസ്ബുക്ക് പോസ്റ്റിട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് പോസ്റ്റ് പിൻവലിച്ചത്. തൃശൂർ അവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കുന്നംകുളത്ത് നടന്നു. സംഘാടക സമിതി ചെയർമാൻ MLA C മൊയ്തീൻ പ്രകാശനം നിർവഹിച്ചു. കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 7 മാസത്തോളമായി പ്രവർത്തനരഹിതമായ കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. മാസങ്ങൾക്ക് മുൻപ് കുന്നംകുളം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിലാണ് വാതക ശ്മശാനത്തിന്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. മറ്റത്തൂർ പഞ്ചായത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് വാർഡംഗം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 13ാം വാർഡംഗം ശിവരാമൻ പോതിയിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ മസ്ജിദ് വാർഡിലെ UDF സ്ഥാനാർത്ഥി PU സുരേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ലക്ഷ്മി തിയേറ്റർ പടാക്കുളം റോഡരികിലെ മതിലുകളിൽ പതിച്ച പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും നടത്തി. എറിയാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഫൗസിയ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
കുറ്റൂർ മേരി മാതാ പള്ളി വികാരി ഫാദർ ജോജു പൊറുത്തൂരിന്റെ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷ സമാപനവും ഇടവക ദിനാഘോഷവും നടന്നു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് NRG വർഗേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പാലൂരിൽ അജ്ഞാത വാഹനമിടിച്ച് റോഡരികിൽ നിന്നിരുന്ന മരം നിലംപൊത്തി. റോഡരികിലെ കടയുടെ മതിലും ഗേറ്റും തകർന്നു. വടക്കാഞ്ചേരി CPM ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ ഒഴിവാക്കിയതായി പരാതി. CPM വടക്കാഞ്ചേരി ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ വനിതാ നേതാവിനെയാണ് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം ഒഴിവാക്കിയതായി പരാതി ഉയർന്നത്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കടങ്ങോട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിയായ ഗോവർദ്ധനിയുടെ ഭാഗമായി കാലിത്തീറ്റ വിതരണം നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിലെ വാതക ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തി തുറന്നുകൊടുക്കാൻ അലംഭാവം കാണിക്കുന്ന കുന്നംകുളം നഗരസഭ ഭരണാധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. INTUC കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് ദ്വാദശി പടം സമർപ്പണത്തോടെയും ദ്വാദശി ഊട്ടോടുകൂടിയും സമാപനമായി. തൃപ്രയാർ രമേശൻ മാരാർ സമർപ്പണത്തിന് നേതൃത്വം നൽകി. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.